ഇവിടെ ഇ ഡി ശരിയായി അന്വേഷിച്ചപ്പോൾ BJP നേതാക്കളിലേക്ക് പോകാൻ ഒരു തെളിവുമില്ല, CCTV തെളിവ് പോലും ഇല്ല എന്നതാണ് BJP പ്രതിനിധിയുടെ വാദം. ഷിബു മീരാൻ, സ്മൃതി, ആദ്യം ഇപ്പൊ ED ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. ED കഴിഞ്ഞ കുറേ നാളുകളായി NDA മുന്നണിയിലെ ഒരു ഘടകകക്ഷികളാണ്. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന രണ്ട് പ്രമുഖരായ നേതാക്കന്മാരുടെ വേട്ടനായ്ക്കളെ പോലെയാണ് ED കഴിഞ്ഞ കുറേ നാളായി പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കേസ് ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് അവിടെ പോയിട്ട് കാര്യമില്ല, ബോംബെയിലെ കാര്യമൊക്കെ ഇവിടെ കുറച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇപ്പൊ അജിത് പവാർ ഇപ്പോൾ ഇവരുടെ കൂടെയാണല്ലോ. അദ്ദേഹം ഇവരുടെ എതിർപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1000 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. എന്നാൽ അദ്ദേഹം മുന്നണി മാറുമ്പോഴോ പെട്ടെന്ന് ആ സ്വത്തൊക്കെ തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനേത്ര പവാർ 25,000 കോടി രൂപയുടെ സ്കാമാണ് അവർക്കെതിരെ ഇവർ കൊണ്ടുവന്നത്. ആ കേസ് അജിത് പവാർ ഇങ്ങോട്ട് വരുന്നതോടുകൂടി ഭാര്യയ്ക്കും ഭർത്താവിനെതിരെ എല്ലാ കേസുകളും ഒഴിവാക്കി. ഇപ്പോൾ ഇവരുടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ പശ്ചിമ ബംഗാളിൽ, സുവേന്ദു അധികാരി, 2017 നാരദ കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. അടിക്കടി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് അവസാനിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഞാൻ പോയി BJP ചേരാം. അങ്ങനെ അദ്ദേഹം BJP ചേർന്നു. ഇപ്പം അദ്ദേഹം BJPയുടെ പ്രതിപക്ഷ നേതാവാണ്. ആ കേസ് അവിടെ ഉണ്ട്, നാരദ കേസ് എവിടെയും പോയിട്ടില്ല. പക്ഷെ സുവേന്ദു അധികാരി ഫ്രീ ആണ്. ഹിമന്ത വിശ്വ ശർമ്മ പറയാൻ തീരുമാനിച്ചാൽ എത്രയും നമുക്ക് പറയാം. അങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വേട്ടയാടാൻ വേട്ടനായ്ക്കളെ പോലെ ഇവർ തുടലടിച്ചു വിടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ചാൽ ഇപ്പോൾ ഈ 3.5 കോടി രൂപ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ് 25 കോടിയേ ഉള്ളൂ എന്നാണ് ഞാൻ ഡ്രൈവറോട് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നാണ്. നമ്മൾ 25 കോടിയേ ഉള്ളൂ എന്ന് ഡ്രൈവറോട് പറയുന്നു. പിറ്റേ ദിവസം 3.5 കോടി പിടിച്ചെടുക്കുന്നു. ഈ 3.5 കോടി, അതെ 25 ലക്ഷം ശരിയാണ് സ്മൃതി. ഈ 3.5 കോടി എവിടെ നിന്ന് വന്നു? ഇനി ഒരു സിമ്പിൾ ലോജിക്ക് പറയാൻ സ്മൃതി എൻ്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ തന്നയക്കുന്നു ഒരാളെ ഏൽപ്പിക്കാൻ. എൻ്റെ കയ്യിൽ നിന്ന് പണം വഴിക്ക് നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം സ്മൃതിയാണല്ലോ വിളിക്കുക, സ്മൃതി നിങ്ങൾ എന്നെ ഏൽപ്പിച്ച പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലൊരു ഫോൺ കോൾ ഇവിടെയും നടന്നിട്ടുണ്ടല്ലോ. ഈ പണം നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കെ സുരേന്ദ്രനെ വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകനെയും വിളിക്കുന്നുണ്ട്. ഈ പണം എന്ന് വെച്ചാൽ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആലുവ പാലസ് വാങ്ങാൻ, ആലുവയല്ല ആലപ്പുഴയിലെ കൊട്ടാരം വിലക്ക് വാങ്ങാൻ ഇയാൾ കൊണ്ടുപോയ 3.5 കോടി രൂപ നഷ്ടപ്പെടുമ്പോൾ എന്തിന് BJP സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കണം? എന്തിന് BJP നേതാക്കന്മാർ അവിടെ ഓടിയെത്തണം? ഇനി EDയുടെ മറ്റൊരു രീതിയുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ ഹേമന്ത് സോറിനെതിരെ ഇവർ കൊണ്ടുവന്ന കേസ് അത് 2010 ഒരു കേസാണ്. 2023 രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കേസിലെ ഒരു സാക്ഷി തിരൂർ സതീഷ് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ പണം കൊണ്ടുവരുന്നത് കണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ കസ്റ്റോഡിയനായിരുന്ന BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദിവസങ്ങളോളം ഈ പണം ചാക്കുകെട്ടിൽ സൂക്ഷിച്ചിരുന്നു. അതിനാണ് മറുപടി പറയുന്നത് ശ്രീ പത്മനാഭൻ 4 വർഷം തിരൂർ സതീഷ് എവിടെയായിരുന്നു എന്ന്. തിരൂർ സതീഷിന് 4 വർഷം പ്രാണഭയം ഉണ്ടായിരുന്നു. ഈ കാണായ സംഗതികളൊക്കെ ചെയ്യുന്നവർക്ക് തിരൂർ സതീഷിനെ കൈകാര്യം ചെയ്യാനാണ് അവർ. തിരൂർ സതീഷ് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞു എന്ന ഇന്റൻഷൻ ഇവിടെ പ്രശ്നമല്ലല്ലോ സ്മൃതി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ ഇല്ലയോ? ഈ കടത്തിക്കൊണ്ടുവന്ന പണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകളിൽ 1000 കോടി രൂപ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചന്തയിലേക്ക് കുത്തിയൊലിപ്പിക്കുന്ന BJPക്ക് കേരളം പിടിക്കാൻ കർണാടകയിൽ ഇവിടെ രാജ്യസഭാ MP കൊടുത്തയച്ച പണമാണോ? ഇത് കൈപ്പറ്റാൻ മറുതലക്കൽ കാത്തിരുന്നത് കെ സുരേന്ദ്രനാണോ? ഈ 2 കാര്യങ്ങളാണ് ED അന്വേഷിക്കേണ്ടത്. അല്ലാതെ തിരൂർ സതീഷ് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല ഇന്ന് പറയുന്നു ഇതൊന്നും അന്വേഷിക്കല് EDയുടെ പണിയൊന്നുമല്ല. അങ്ങനെയല്ലല്ലോ ED കാര്യങ്ങൾ ചെയ്യാറ്. 2010 കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ അവരുടെ കൂടെ ഗവർണറുടെ രാജ്ഭവനിൽ പോയി രാജി ഒഴിപ്പിട്ട് വാങ്ങി ജയിലിലേക്ക് കൊണ്ടുപോകാൻ തിടുക്കം കാണിക്കുന്ന ED, ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ BJP നേതാവ് ഇങ്ങനെ തറുതല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ കേസിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു ദൗർബല്യം യഥാർത്ഥത്തിൽ അതുകൂടി ഇതിന്റെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകണം. ഇവിടെ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടായിരുന്നു. അത് അന്വേഷിച്ചത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആയിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ ഇവിടെ CPM-ന്റെ പ്രതിനിധി ചർച്ച ചെയ്ത കാര്യം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.